ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ചാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും 1950 ജനുവരി 26 ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഭരണഘടന അംഗീകരിച്ചുകൊണ്ടായിരുന്നു ഈ പ്രഖ്യാപനം. ഇന്ത്യയുടെ പൗരന്മാർക്ക് അവരുടെ സർക്കാരിനെ തിരഞ്ഞെടുക്കാനും ജനാധിപത്യത്തിന് അടിത്തറയിടുവാനും ഭരണഘടന അധികാരം നൽകുന്നു. 21 ഗൺ സല്യൂട്ടോട് കൂടി അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി. അങ്ങനെയായിരുന്നു ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ പിറവി ഔദ്യോഗികമായി വിളംബരം ചെയ്തത്. തുടർന്നങ്ങോട്ട് ജനുവരി 26 രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനമായി ആചരിച്ച് ദേശീയ അവധി ദിനമായി ആചരിച്ചു പോരുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ചരിത്രത്തിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലുകയാണെങ്കിൽ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തലവനായി 1947 ഓഗസ്റ്റ് 28 ഡോക്ടർ BR അംബേദ്കർ നിയമിതനാകുന്നു. രാജ്യത്തിന് സ്ഥിരവും വ്യവസ്ഥിതവുമായ ഒരു ഭരണഘടന നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. ഭരണഘടനയുടെ വേരുകൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 141 ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം 1947 നവംബർ 4 ഭരണഘടനയുടെ ആദ്യ കരട് അസംബ്ലിക്ക് സമർപ്പിക്കുന്നു. അടിസ്ഥാനപരമായി 5 വരി തത്വങ്ങളാണ് സമിതി തയ്യാറാക്കിയത്. ആ തത്വങ്ങൾ ഇവയൊക്കെയാണ്: 1. രാജ്യം ഒരു റിപ്പബ്ലിക്കാകണം. 2. പാർലമെൻ്ററി മാതൃകയിലുള്ള സർക്കാർ വേണം. 3. ഫെഡറൽ മാതൃക ആയിരിക്കണം. 4. മൗലിക അവകാശങ്ങൾ. 5. സ്വതന്ത്ര നീതിന്യായ സംവിധാനങ്ങൾ. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 2 വർഷത്തിനിടെ 166 ദിവസം സമ്മേളിച്ചു. ഈ സമ്മേളനങ്ങളിൽ പൊതുജനങ്ങൾക്കും പ്രവേശനമുണ്ടായിരുന്നു. നിരവധി ചർച്ചകൾക്കും ഭേദഗതികൾക്കും കഠിന പ്രയത്നത്തിനുമൊടുവിൽ 1950 ജനുവരി 24 616 പേരുടെ ഒപ്പോടുകൂടി 208 അംഗങ്ങളടങ്ങിയ സമിതി ഇന്ത്യൻ ഭരണഘടനയുടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള 2 കയ്യെഴുത്ത് പ്രതികൾ തയ്യാറാക്കി സമർപ്പിച്ചു. 2 വർഷത്തിനകം 1950 ജനുവരി 26 ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു. ആദ്യം 395 അനുച്ഛേദങ്ങളോട് കൂടിയ ഭരണഘടനയ്ക്ക് ഇപ്പോൾ 22 ഭാഗങ്ങളായി 448 അനുച്ഛേദങ്ങളും 12 പട്ടികകളുമുണ്ട്. നമ്മുടെ ഭരണഘടന ഇതിനോടകം 97 ഭേദഗതികൾക്ക് വിധേയമായി. രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലും ഭരണഘടനയ്ക്ക് സാധ്യതയുണ്ട്. യഥാർത്ഥ ഭരണഘടനയുടെ കയ്യെഴുത്ത് പകർപ്പുകൾ ഹീലിയം നിറച്ച കേസുകളാക്കി പാർലമെൻറ്റ് ഹൗസിലെ ഗ്രന്ഥശാലയിൽ സൂക്ഷിച്ചിരിക്കുന്നു. റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ 1930 ജനുവരി 26 ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. ഇത് കഴിഞ്ഞ് വളരെ കാലത്തിന് ശേഷമാണ് നാം സ്വതന്ത്രമായതെങ്കിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനുള്ള നന്ദി കുറിക്കലായിരുന്നു ഈ പ്രഖ്യാപനം. ഈ ദിനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി ജനുവരി 26 ഭരണഘടന നിലവിൽ വരാനായി തിരഞ്ഞെടുത്തു. ഇന്ത്യയിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യൻ പൗരന്മാരുടെയും നടപടിക്രമങ്ങൾ, അധികാരങ്ങൾ, കടമകൾ, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ എന്നിവ പ്രതിപാദിക്കുന്ന ഒരു വലിയ രേഖയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ നിയന്ത്രണ തത്വം ഇതാണ്: ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ. അധികാരം ഇന്ത്യയിലെ പൗരന്മാരുടെ കൈകളിൽ നിക്ഷിപ്തമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ പൗരന്മാർക്ക് സ്വന്തം ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള ശക്തീകരണത്തിൻ്റെ ആഘോഷത്തെ അടയാളപ്പെടുത്തുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥാപിത പ്രക്രിയയെ അനുസ്മരിക്കുന്ന ഒരു നാഷണൽ ഹോളിഡേയാണ് ജനുവരി 26.